എക്സ്പീരിയൻസ് ഓഡിയൻസിൻ്റെ കൂടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മൾ ടീമായിട്ട് കാണുന്ന പോലെയല്ല, ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസ്, അവരുടെ ചിരി, അവരുടെ കൈകൊട്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. കുറച്ച് നെർവസ് ആയിരുന്നു റംസാനും ഞങ്ങളെല്ലാവരും, പക്ഷെ ഓഡിയൻസിനോട് കണ്ടപ്പോൾ ഒരു ആശ്വാസമുണ്ട്. പടം വിജയിക്കാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ബാക്കിയെല്ലാം ഇനി ഓഡിയൻസ് പറയണം. ബാക്കി ക്യാരക്ടേഴ്സ് എനിക്ക് തോന്നുന്നു നരീൻ ചേട്ടൻ്റെ ക്യാരക്ടർ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണുന്ന പോലെ തോന്നി. ബാബു ചേട്ടൻ്റെ, ശബരീഷ്, അങ്ങനെ എല്ലാവരും വരിയായി വരുന്നു. ജീവ, റോണിയുടെ ക്യാരക്ടർ. അപ്പോൾ എനിക്കതൊരു ഓരോരുത്തരുടെയും അത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഓരോരുത്തരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് അത് ഓഡിയൻസിന് അത് കിട്ടി. അത് ക്യാച്ച് ചെയ്യാൻ പറ്റിയത് തന്നെ വളരെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഞങ്ങളുടെ ഡയറക്ടറും വരുന്നുണ്ട്, ബിപിൻ കൃഷ്ണ, പുള്ളിയോട് ചോദിക്കാം. അല്ല, എനിക്ക് എപ്പോഴും നല്ല എക്സ്പീരിയൻസ് ആണ് പടങ്ങൾ, പ്രത്യേകിച്ച് സാഹസം. ഒരുപാട് കാസ്റ്റുള്ള ഒരു പടമായിരുന്നു. ഇനി പ്രേക്ഷകരുടെ ഇതിക്ക് വേണ്ടി കാത്തിരിക്കുക, അത്രേ ഉള്ളൂ. അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അല്ലേട്ടാ, ഉറപ്പല്ലേ? ഷുവർ ഷോട്ട് അല്ലേ? താങ്ക് യു. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറ. പക്ക ഫൺ ഫിലിം കണ്ടില്ലേ? ഇഷ്ടായില്ലേ? കണ്ടില്ല? ഓ, രാത്രി കണ്ടു. അങ്ങോട്ടൊന്ന് പോയിക്കോട്ടെ. അയ്യോ, എന്താ പറയണ്ടേ? നമ്മള് ഓഡിയൻസിന്റെ കൂടെ ഇരുന്നിട്ട് ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്, സിനിമ. അപ്പം നിങ്ങൾ റിയാക്ഷൻസ് ഇടുമ്പോൾ കണ്ടില്ലായിരുന്നു സിനിമ അല്ലേ? അപ്പം കണ്ടില്ല, ഓക്കെ. അപ്പം അവരുടെ ഓരോ സീനും റിയാക്ഷൻസ് ഇടുമ്പോൾ ചിരിക്കുമ്പോൾ നമുക്ക് വർക്കായി. കാരണം നമ്മൾ മാത്രമല്ല എപ്പോഴും കാണുന്നുള്ളൂ, വേറെ ആളുകളും കാണുന്നില്ല, നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഭയങ്കര സന്തോഷമായി ആക്ച്വലി സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴത്തേനും. സോ എല്ലാവരും പോയിട്ട് കാണാൻ പടം, എന്നിട്ട് അവർ ഭയങ്കരമൊക്കെ പറയാം. അത്ര വലിയൊരു ക്യാരക്ടർ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇപ്പം എനിക്കറിയത്തില്ല എന്താ പറയുന്നത്. ഓഡിയൻസ് കണ്ടിട്ട് അവരുടെ റെസ്പോൺസ് കിട്ടിയിട്ട് ഞാൻ എന്തായാലും പറയാൻ വിചാരിച്ചിരിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ സിനിമയും ക്യാരക്ടറും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇനിയും ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഇത് കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ റെസ്പോൺസിനും റിപ്ലൈയും വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ സംസാരിക്കാം. ഇപ്പം എനിക്ക് എന്താണെന്ന് അറിയില്ല പറയാൻ. എനിക്കറിയത്തില്ല, കുറേ ഓഡിയൻസ് നമ്മളെ കാണുമ്പോൾ തിയേറ്ററിനകത്തുനിന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടി. അപ്പോൾ ഇത് സത്യമാണോ എന്ന് അറിയണം, ഇതുള്ളതാണോ എന്ന് അറിയണം, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. സന്തോഷത്തിലാണ് എല്ലാവരും. കയ്യടികളും ചിരികളൊക്കെ കണ്ടു. നിങ്ങൾ കണ്ടു പടം? കണ്ടാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കണ്ടവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താവും വർക്കാവും എന്നുള്ള സംശയത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റെസ്പോൺസ് ഉണ്ടായിരുന്നു, അതിൻ്റെ സന്തോഷത്തിലാണ്. ഇനി കൂടുതൽ പ്രേക്ഷകരിലേക്ക് സാഹസം എത്തട്ടെ, എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം അറിയാൻ വെയിറ്റിംഗ് ആണ്. ഓണം മൂഡ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഓണം മൂടുണ്ട്, മൊത്തത്തിൽ സാഹസം മൂടായിരിക്കും. ആ സിനിമ പോലെ അത്രയും വലിയതായിട്ടൊരു സിനിമ ഇനി കിട്ടുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ വരുന്ന ക്യാരക്ടേഴ്സ്, ഇപ്പം ഇതിനകത്തുള്ള ഒരു ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറായിരുന്നു. അതുപോലെ ഇതുപോലെ ഉള്ള നല്ല ക്യാരക്ടേഴ്സ് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ ആ ഇമേജ് മാറുമായിരിക്കും. അല്ല, ചൂസി ആവുന്നത് കൊണ്ടല്ല, നല്ല ക്യാരക്ടേഴ്സ് കൊണ്ട് വരാത്തത് കൊണ്ടാണ്. ഞാനിപ്പം അത്രയും ചൂസി ആയിട്ട് ഞാൻ ഇരിക്കുന്ന ഒരാളല്ല. എന്നുവെച്ചാൽ നല്ല ക്യാരക്ടേഴ്സ് വരും, ഒട്ടും വരുന്നില്ല എന്നല്ല, എന്നുവെച്ചാൽ ഇത്രയും കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടർ ആവണമല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പറയില്ല, പട്ടാളം പോലൊരു സിനിമ ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനൊരു സിനിമ ചെയ്തു എന്ന് ചോദിക്കും. അതുകൊണ്ടാണ്. അല്ല, അന്ന് പട്ടാളം ഭയങ്കരമായിട്ട് ഓഡിയൻസ് സ്വീകരിച്ച ഇന്നും ഓർമ്മകളിലുണ്ട്. അപ്പം അന്ന് ചെയ്യണ എന്താണ്, അന്ന് എത്ര ഏജ് ആയിരുന്നു? പ്രായം തന്നെ എന്നോട് ചോദിക്കണം അല്ലേ? ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, സെൻറ്റ് സാസിലായിരുന്നു. അതെ അതെ. കോളേജ് പഠിക്കുന്ന സമയത്ത് അവർക്ക് പ്രമോഷൻ കിട്ടും, കൈയടിക്കുന്നു. അത് അവരറിയാതെ തന്നെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത്. അത് തന്നെയാണ് കറക്റ്റായിട്ടുള്ള വിധി. അങ്ങനെയില്ല, എനിക്ക് എപ്പോഴും പല എന്താണ് പറയുക, പല സംശയങ്ങളും. ഇപ്പോൾ എനിക്കെപ്പോൾ എല്ലാ പടത്തിലും ആദ്യത്തെ പടത്തിൻ്റെ നേരം തൊട്ടുള്ള ടെൻഷൻ എനിക്ക് എല്ലാ പടത്തിലും ഈ പടത്തിലും ഉണ്ട്. ഇനി എത്ര പടം കഴിഞ്ഞാൽ മാറുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് മമ്മൂക്കയുടെ അടുത്ത് വെച്ചാൽ മമ്മൂക്ക ഇത് തന്നെ പറയും. ഇതെല്ലാ അഭിനേതാക്കൾക്കും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഒരു ചെറിയ ജഡ്ജ്മെൻ്റ് ഉണ്ടാവും നമുക്ക്. പക്ഷേ കൺഫ്യൂഷൻ ആയിരിക്കും കൂടുതൽ. അത് പ്രേക്ഷകരാണ് നമുക്കത് മാറ്റിത്തരുന്നത്. ഈ ഷോയിൽ ഭയങ്കര 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 ഹാപ്പിയാണ്. ഇനി മാറി, ഇനി ധൈര്യമായിട്ട് ഊണ് കഴിക്കാം.